ഹരേ കൃഷ്ണ സ്വാമി ശരണമയ്യപ്പ. ഇന്നലത്തെ വീഡിയോയിൽ ശാസ്താവിൻ്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രധാനമായും ശാസ്താവിന് 8 ഭാവങ്ങളുണ്ടെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. ആ 8 ഭാവങ്ങളെ ചേർത്ത് അഷ്ടശാസ്താവ് എന്ന പേരിലും പറയപ്പെടുന്നുണ്ട്. ആരൊക്കെയാണ് ആ ശാസ്താക്കന്മാർ എന്ന് ഇന്നലത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ആ രൂപസങ്കല്പം എന്നാണ് പറയാൻ പോകുന്നത്. ഭക്തർക്ക് സുരക്ഷ നൽകുന്നതിൽ ശാസ്താവിനെ പോലെ ശക്തനായ മറ്റൊരു ദൈവമില്ല എന്നാണ് വിശ്വാസം. എല്ലാ രാത്രിയിലും ഗ്രാമത്തിലൂടെ ശാസ്താവ് സവാരി നടത്തുകയും കാര്യങ്ങൾ ശരിയാണെന്നും തൻ്റെ പ്രദേശത്ത് വസിക്കുന്ന ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്നോ അപകടത്തിൽ പെട്ട നിങ്ങളെയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു. പക്ഷെ നിങ്ങൾ പാപികളാണെങ്കിലോ അല്ലെങ്കിൽ അധർമ്മം ചെയ്യുന്നവരാണെങ്കിലോ സംരക്ഷണം ലഭിക്കുകയില്ല എന്നാണ് വിശ്വാസം. അതാണ് ശാസ്താവും ശിക്ഷകനായ ശനിദേവനും തമ്മിലുള്ള ഉടമ്പടി. ഇനി നമുക്ക് നോക്കാം ഓരോ സങ്കല്പങ്ങളും എപ്രകാരമാണെന്ന്. ആദ്യത്തേത് ആദിമഹാശാസ്താവ്. ചോളന്മാരാണ് ആദിശാസ്താവിനെ ആരാധിച്ചിരുന്നതായിട്ട് രേഖയുള്ളത്. ഇടുപ്പിനും ഇടത് കാലിനു മുകളിൽ ഒരു യോഗപ്പട്ട ധരിച്ച് 2 ഭാര്യമാരായ പൂർണ്ണയും പുഷ്കലയുടെ ഒപ്പം ഇരിക്കുന്നതാണ് ആദിമഹാശാസ്താവിൻ്റെ സങ്കല്പം. ധർമ്മശാസ്താവ്, അതായത് അയ്യപ്പൻ. നാം കേരളത്തിൽ പൊതുവെ കൂടുതലായി കാണുന്നതും പ്രചാരത്തിലുള്ളതുമായ ആരാധനാമൂർത്തിയാണ് അയ്യപ്പൻ. കൂടുതലായും ധർമ്മശാസ്താവായ അയ്യപ്പനെ ബ്രഹ്മചാരിയായിട്ടാണ് ആരാധിക്കുന്നത്. ജ്ഞാനശാസ്താവ്. ജ്ഞാനത്തിന്റെ അധിപനായി രൂപപ്പെടുന്ന ശാസ്താവ് ശിവന്റെ ദക്ഷിണാമൂർത്തി എന്ന സങ്കല്പത്തിനോട് വളരെയധികം സാദൃശ്യമുള്ളവനാണ്. ബ്രഹ്മദേവനും സരസ്വതി ദേവിയും ഭഗവാനെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഭഗവാൻ സരസ്വതി ദേവിയെ പോലെ കയ്യിൽ വീണയും പാദങ്ങളുടെ അരികിൽ വേദങ്ങളും വെച്ച് യോഗാസനത്തിലിരിക്കുകയാണ് ജ്ഞാനശാസ്താവ് എന്ന സങ്കല്പത്തിൽ. കല്യാണവരത ശാസ്താവ്. തൻ്റെ 2 ഭാര്യമാരോടൊപ്പം ആനപ്പുറത്തിരിക്കുകയാണ് ഭഗവാൻ. സ്വയംവര കർത്താവായി വിവാഹം നടത്തിക്കൊടുക്കുന്ന സ്വരൂപം സങ്കല്പിച്ചിരിക്കുന്നു. സമ്മോഹന ശാസ്താവ്. ശാസ്താവിന്റെ ഈ രൂപം ചന്ദ്രന്റെയും ഇന്ദ്രന്റെയും സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്നു. ഇന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇന്ദ്രൻ ശാസ്താവിന് ഐരാവതം നൽകിയെന്നാണ് പുരാണത്തിൽ പറയുന്നത്. ഭഗവാന് ചുറ്റുമുള്ള ഒരു പ്രഭാവലയം അത് ചന്ദ്രന്റേതാണ്. ഈ സ്വരൂപം ഉത്തമം ദാമ്പത്യത്തെയും സകല ഐശ്വര്യത്തെയും നൽകുന്നതിന് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. സന്താനപ്രാപ്തി ശാസ്താവ്. ശാസ്താവിന്റെ ഈ രൂപം ശുക്രന്റെ പ്രതിബിംബമാണ്. അസുരഗുരു ശുക്രാചാര്യരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ രൂപമായിരുന്നു. സദാ ദമ്പതികളെ കുട്ടികളെ അനുഗ്രഹിക്കുന്നതിനായി സങ്കല്പിക്കുന്ന ശാസ്താവാണ്. ദശരഥൻ തന്റെ പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയപ്പോൾ അഗ്നിദേവനോടൊപ്പം സമ്പാദം നൽകാൻ പ്രത്യക്ഷപ്പെട്ടത് രാമായണത്തിൽ പരോക്ഷമായി ഈ ഭഗവാനെയാണ് പറയുന്നത്. ഭാര്യ പ്രഭയോടും സത്യകൻ എന്ന മകനോടും കൂടിയാണ് ഭഗവാൻ സന്താനപ്രാപ്തി ശാസ്താവ് എന്ന സങ്കല്പത്തിൽ ഇരിക്കുന്നത്. വേദശാസ്താവ്. ശാസ്താവിന്റെ ഈ രൂപം അമ്പും വില്ലും കൊണ്ട് സിംഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കടുവയുടെ മേൽ ഇരിക്കുന്നതായിട്ടാണ്. കണ്ടത്തിൽ മണി ഉള്ളതിനാൽ മണികണ്ഠന്റെ രൂപമാണ്. വേദശാസ്താവായ മണികണ്ഠനെ 2 ഭാര്യമാരായ പൂർണ്ണയും പുഷ്കലയുടെ ഒപ്പം ആരാധിക്കാറുമുണ്ട്. വീരശാസ്താവ്. യോദ്ധാവിന്റെ രൂപത്തിൽ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവാണ്. ഇത് തന്നെയാണ് അശ്വാരൂഢ ശാസ്താവ്. ശാസ്താവിന്റെ ഈ രൂപം തമിഴ് നാടോടി ദൈവമായ അയ്യനാറുമായിട്ട് വളരെയധികം സാദൃശ്യമുള്ളതാണ്. ഈ രൂപത്തെ വേട്ടയ്ക്കൊരു മകൻ എന്നും വിളിക്കുന്നു.